ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ സഹോദരിയായ നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു കുട്ടി ഒരുപാട് കാലമായി യമനിലെ ജയിലിൽ തുടരുകയാണ്. എന്നാൽ അതിസങ്കടകരമായ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏവരെയും ഞെട്ടിക്കുന്നൊരു വാർത്തയാണ്. യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ നിമിഷപ്രിയക്ക് വധശിക്ഷ നടപ്പിലാക്കാൻ ഇപ്പോൾ കോടതി ഉത്തരവ് പുറത്തിറക്കിയിരിക്കുകയാണ്. അത് ജയിലധികൃതരെ പബ്ലിക് പ്രോസിക്യൂട്ടർ അറിയിക്കുകയും ചെയ്തു എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് സൗദിയിലുള്ള ഇന്ത്യൻ എംബസിയെ യമൻ അധികൃതർ നേരിട്ട് അറിയിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ നിമിഷപ്രിയയെയും അറിയിച്ചു എന്നുള്ള സങ്കടകരമായ ഒരു വാർത്തയാണ്. ഇതിനു മുന്നേ നമ്മളെല്ലാവരും ഒരുപാട് ആശ്വാസം കൊണ്ടിരുന്നു. ആ വാർത്തയിൽ $1 മില്യൺ ഒരു ദിയാദനുമായി ബന്ധപ്പെട്ടൊരാവശ്യം അവർ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ അത് കൊടുക്കാമെന്ന് ഇന്ത്യ ഒരു ഓഫറും അങ്ങോട്ട് മുന്നോട്ട് വെച്ചിരുന്നു. അതൊന്നും ഫലപ്രാപ്തിയിലേക്ക് എത്തിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അവസാന ഘട്ടത്തിൽ നമ്മുടെ ഇറാൻ്റെ ഇടപെടലായിരുന്നു നമുക്കൊരു ആശ്വാസം പകർന്നിരുന്നത്. തീർച്ചയായിട്ടും അതൊരു നല്ല ഒരു തീരുമാനത്തിലേക്ക് പോകുമെന്നൊരു പ്രതീക്ഷയിലായിരുന്നു ഇതുവരെ കാത്തിരുന്നത്. എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് ഇപ്പോൾ യമൻ കോടതി ഇന്നലെ പബ്ലിക് പ്രോസിക്യൂട്ടർ വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വരുന്ന ജൂലൈ 16 വധശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആ തീരുമാനം ജയിൽ അധികൃതർക്ക് പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമപരമായി പേപ്പർ പ്രകാരം തന്നെ അറിയിക്കുകയും ചെയ്തു എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ എന്താണ് ഇനി ചെയ്യാനുള്ളത് എന്ന് അവിടുത്തെ സാമുവൽ ജെറോം എന്ന് പറയുന്ന മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രവർത്തകനായ സാമുവൽ ജെറോം നമ്മോട് പറയുന്നുണ്ട്. ഇനി ഏക പോംവൈ എന്ന് പറയുന്നത് അവരുടെ കുടുംബവുമായി സംസാരിച്ചതിന് ശേഷം അവർ ഈ കുട്ടിക്ക് മാപ്പ് നൽകുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഇനി ചെയ്യാൻ വേണ്ടിയുള്ളൂ. ബാക്കി കാര്യങ്ങൾ എല്ലാം ഇന്ത്യൻ ഗവൺമെൻറ്റും അതുപോലെ തന്നെ മറ്റുള്ള സാമൂഹ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് എല്ലാ ഇടപെടലുകളും നടത്തിക്കഴിഞ്ഞു. ഇനി നിയമപരമായിട്ട് ലീഗൽ പരമായിട്ട് യാതൊരു പരിപാടിയും ഇനി അവശേഷിക്കുന്നില്ല. എല്ലാ ചാപ്റ്ററും ഇപ്പോൾ ക്ലോസ് ആയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്ക് സാമുവൽ ജെറോമിന് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഒന്ന് കേൾക്കാം. Was receiving a call in my Yemen number, a continuous call. So I answered the call, and it was the chairman of the prisons who called me, and he told me that the execution order has received. It was late afternoon. The execution is going to happen on the 16th, that is next week. Nimisha has been informed, officially Nimisha has been informed. They said that whatever efforts that you have to do it immediately. I had given an offer of $1 million. If they forgive, then there will be a blood money which would be paid up to $1 million. And the negotiations were going on. But still, we didn't have a confirmation from the family that they will accept to forgive. Legal options, everything is closed. The only hope, the positive hope, is the family forgiving. That is still open. So my first priority will be to go and communicate with the family. അപ്പോൾ മനുഷ്യാവകാശ പ്രവർത്തകനായ സാമുവൽ ജെറോം സാർ പറഞ്ഞ നിങ്ങൾ കേട്ട് കാണും. ലീഗലായിട്ടുള്ള എല്ലാ നടപടികളും ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഈ അവസാനമായിട്ടുള്ള ഒരു ശ്രമം എന്ന് പറയുന്നത് മനുഷ്യത്വത്തിൻ്റെ എന്തെങ്കിലും ഒരു കണ്ണി അവരുടെ ഭാഗത്ത് നിന്ന് ഇനി അവശേഷിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ ജെറാം നാളെ തന്നെ അവരുടെ കുടുംബവുമായിട്ട് സംസാരിക്കാൻ വേണ്ടി പോകുകയാണ്. അവർ ഓഫർ ചെയ്ത ഒരു പ്രാവശ്യം അവർ ആവശ്യപ്പെട്ടത് $1 മില്യൺ, ഏകദേശം 8.59 കോടി രൂപ, ഏകദേശം ഒരു 8.5 കോടി രൂപയുടെ അടുത്തായിരുന്നു അവർ ആവശ്യപ്പെട്ടിരുന്നത്. അത് കൊടുക്കാമെന്നൊരു ഓഫർ ഇന്ത്യ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു അവസാന ലാപ്പിൽ. എന്നാൽ അതിൽ നിന്നും ഇപ്പോൾ അവർ പിന്മാറിയോ എന്ന ഒരു സംശയമുണ്ട്. ചിലപ്പോൾ കുറച്ചെങ്കിലും പണം അധികം കൊടുത്താൽ ചിലപ്പോൾ അവരുടെ തീരുമാനം മാറ്റിയേക്കാം എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ഈ മനുഷ്യാവകാശ പ്രവർത്തകനായ ജെറാം. തീർച്ചയായിട്ടും നാളെ തന്നെ കുടുംബത്തെ കാണുകയും അതിൽ നിന്ന് അവർ നല്ല അനുകൂലമായ ഒരു തീരുമാനമായി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കേവർക്കും ആ സഹോദരിയുടെ ജീവനായി പ്രാർത്ഥിക്കാം എന്നാണ് പറയാനുള്ളത്. ഇനി ആർക്കെങ്കിലും നമുക്ക് നിമിഷപ്രിയക്ക് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. 2017 നമ്മുടെ നിമിഷപ്രിയ ഈ ജയിലാവുന്നത്. നൈസായി ജോലി ചെയ്തു വരികയായിരുന്നു യമനിൽ. അവിടെ നിന്നാണ് സ്വകാര്യ ഒരു ക്ലിനിക്ക് തുടങ്ങാമെന്ന ഒരു വാഗ്ദാനവുമായി അവിടെ നിന്ന് തലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയായി പരിചയപ്പെടുകയും അദ്ദേഹം അതിനുശേഷം ഇവരുടെ പാസ്പോർട്ട് പിടിച്ചു വെക്കുകയും ക്രൂരമായ പീഡനത്തിനിടയാക്കുകയും ചെയ്യുന്ന സമയത്തുണ്ടായ തർക്കത്തിനൊടുവിലാണ് അവസാനം നിമിഷപ്രിയക്ക് അവനെ കൊല്ലേണ്ടി വന്നത് എന്നാണ് നിമിഷപ്രിയ കോടതിയിൽ വാദിച്ചത്. എന്നാൽ ഇതെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് കോടതി ഇതെല്ലാം തള്ളിക്കളയുകയായിരുന്നു. കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നിമിഷപ്രിയ പ്രക്രിയ ചെയ്തത് എന്നാണ് കോടതി വിലയിരുത്തിയത്. അവസാനം
വധശിക്ഷയിലേക്ക് തന്നെ പോകുകയായിരുന്നു കാര്യങ്ങൾ. തീർച്ചയായിട്ടും വളരെ സങ്കടം തോന്നി. ഇതിന് മുന്നേ നമുക്ക് ഈ അബ്ദുറഹീം എന്ന് പറയുന്ന ഒരു സൗദിയിലുള്ള ഒരു കേരളക്കാരൻ്റെ അവസ്ഥയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതേ ഒരു പ്രശ്നം തന്നെ വന്നിരുന്നു. ആ സമയത്ത് നമ്മൾ ക്രൗഡ് ഫണ്ടിങ്ങും എല്ലാം നടത്തിക്കൊണ്ട് ഏകദേശം 35 കോടി രൂപ പിരിച്ചെടുത്തുകൊണ്ട് മലയാളികളുടെ ശക്തി നമ്മൾ ഒന്ന് കാണിച്ചു കൊടുത്തതാണ്. അതിനുശേഷം അദ്ദേഹം ഇപ്പോഴും ജയിൽ മോചിതനായിട്ടില്ല. അദ്ദേഹത്തിന് 20 വർഷമാണ് ഇവിടെ കോടതി ശിക്ഷ വിധിച്ചത്. ആ 20 വർഷം ഏകദേശം കഴിയാൻ ഇനി ഏതാനും മാസങ്ങൾ കൂടി അദ്ദേഹം ഇനിയും ഇവിടെ തന്നെ ജയിലിൽ തുടരേണ്ടതായിട്ടുണ്ട്. അപ്പോഴും അവരുടെ കുടുംബക്കാർ എല്ലാം മാപ്പ് കൊടുത്തതിന് ശേഷവും ഇവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ പോരാ, ശിക്ഷ കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് വീണ്ടും അപ്പീൽ പോവുകയാണ്. അതും നിയമ തടസ്സങ്ങളുമായി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ നിമിഷപ്രിയൻ്റെ കാര്യം പിന്നെയും ഇപ്പോൾ നിയമത്തിൻ്റെ മുന്നിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മനുഷ്യത്വത്തിൻ്റെ ഏതെങ്കിലും ഒരു കണിക ആ കുടുംബത്തിൻ്റെ കയ്യിൽ ബാക്കി ഉണ്ടാകും. തീർച്ചയായിട്ടും നമ്മുടെ നിമിഷപ്രിയ തീർച്ചയായിട്ടും അവരുടെ സ്വന്തക്കാരുടെ അടുത്തേക്ക് തീർച്ചയായിട്ടും തിരിച്ചു വരുന്ന ഒരു ദിവസം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നല്ല ശുഭപ്രാപ്തിയുള്ള സന്തോഷമുള്ള ഒരു വാർത്തയുമായിട്ടായിരിക്കണം ജെറോം തിരിച്ചു വരുന്നത് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ സഹോദരിയാണ്. എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് തിരുത്തപ്പെടാനും അതുപോലെ തന്നെ അതിനുള്ള മറ്റു മാർഗങ്ങളിലേക്കും നീങ്ങുന്നതിന് പകരം ഈ കൊലപാതകം കരുതിക്കുട്ടിയല്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ആ സഹോദരിക്ക് അവരുടെ മാനം രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള മൽപ്പിടുത്തത്തിൽ അങ്ങനെ എന്ത് സംഭവിച്ചു പോയതായിരിക്കാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും യമൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് അവർക്കൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. അവിടുത്തെ നിയമം അങ്ങനെയാണ്. ഒരു ഇസ്ലാമിക രാജ്യമാണ്. കുടുംബക്കാർ മാപ്പ് കൊടുക്കാത്ത പക്ഷം തീർച്ചയായിട്ടും വധശിക്ഷ നടപ്പാക്കുക എന്നതല്ലാതെ അവിടുത്തെ നിയമത്തിൻ്റെ മുന്നിൽ അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. തീർച്ചയായിട്ടും അവിടുത്തെ കുടുംബക്കാർ ഇനിയും അവരുടെ ദിയാധനമായി പറഞ്ഞ $1 മില്യൺ തീർച്ചയായിട്ടും കൂട്ടിപ്പറയുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഓഫർ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നിമിഷപ്രിയയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് നല്ലൊരു വാർത്ത കേൾക്കാൻ വേണ്ടി നാളത്തെ പുലരി വരെ നമുക്ക് കാത്തിരിക്കാം എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ സഹോദരി തിരിച്ചു വരട്ടെ. ഇനി ഇങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ കേരളത്തിൽ ഒരു സഹോദരിക്കും ഇല്ലാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാവരുടെ പ്രാർത്ഥനയും ഒരു ദിവസത്തെ ഒരു സെക്കൻഡെങ്കിലും നിങ്ങൾ നിമിഷപ്രിയയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ക്രൗഡ് ഫണ്ടിങ് പോലുള്ള എന്തെങ്കിലും ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് പിരിച്ചെടുത്തുകൊണ്ട് മലയാളികളുടെ പവർ ഒന്നുകൂടി കാണിച്ചു കൊടുക്കാൻ നമുക്ക് അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും നമ്മൾ പ്രയോജനപ്പെടുത്തുക തന്നെ വേണം എന്നുള്ളതാണ്. നാളെ അദ്ദേഹത്തിൻ്റെ ചർച്ച തീർച്ചയായിട്ടും പുരോഗതി ഉണ്ടാകട്ടെ, അതിൽ വിജയമുണ്ടാകട്ടെ. അതുപോലെ നമ്മൾ നിമിഷപ്രിയ ജയിൽ മോചിതയായി തീർച്ചയായിട്ടും കേരളത്തിലേക്ക് വരുമെന്ന ശുഭപ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.